പ്രിയ മിത്രങ്ങളെ, ഇന്നത്തെ കഥ ആരംഭിക്കാം. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ രാജേഷ്. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വെറുതെ വീട്ടിൽ നിൽപ്പാണ്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഗൾഫിലാണ്. എന്റെ അടുത്ത സുഹൃത്താണ് പടിയിറ്റതിലെ അരുൺ. അവനും എന്റെ കൂട്ട് വെറുതെ നിൽപ്പാണ്. അവന്റെ അച്ഛൻ ബാംഗ്ലൂരിലാണ്. അവനും അടുത്ത മാസം അങ്ങോട്ട് പോകുന്നെന്ന് പറയുന്നത് കേട്ടു. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ അവന്റെ വീട്ടിൽ പോയിരിക്കും. ചിലപ്പോൾ അവൻ കാണും, ചിലപ്പോൾ കടയിലോ മറ്റോ പോയിരിക്കും അവൻ. എന്നാലും പോകാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് കേട്ടോ. രാവിലെ അവന്റെ അമ്മയുടെ ഒരു പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്. പൊന്നോ, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കൈലിയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മുകളിലേക്ക് എടുത്തു കുത്തിയാണ് കുളിപ്പിക്കുന്നത്. കൈലിയിലൊക്കെ വെള്ളം വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്ന് നിന്ന് അങ്ങോട്ടൊക്കെ നോക്കുന്നത് അവർക്കൊരു പ്രശ്നമല്ല. അവർ അങ്ങനെ തന്നെ നിന്ന് പശുവിനെ കുളിപ്പിക്കും. ആളിനൊരു 10-40 വയസ്സ് പ്രായം വരും. നല്ല വെളുത്തുരുണ്ട ശരീരമാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ വർണ്ണിക്കുന്നില്ല. ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് ചെന്നതുമല്ല, അരുണിന്റെ അമ്മ എന്നെ നിർത്തി അങ്ങ് പൊരിക്കാൻ തുടങ്ങി. ഇങ്ങ് വന്നേ. ഞാൻ രാവിലെ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് നിന്നപ്പോഴേ നിന്റെ നോട്ടമല്ല ഞാൻ കണ്ടു. അരുണിന്റെ അമ്മ പറഞ്ഞു, നീ ഇതൊക്കെയാണോടാ കോളേജിൽ പഠിക്കുന്നത്? നിന്റെ പോക്കത്ര ശരിയല്ലെന്ന് ഞാൻ അറിയുന്നുണ്ട്. നീ മിക്കവാറും ആ തെക്കേലെ റംലയുടെ വീട്ടിൽ പോകുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ. ചെറുക്കൻ മഹാവഷളായി വരികയാണ്. ഞാൻ ആകെ വിരണ്ടു നിൽക്കുകയാണ്. ഒരു സമാധാനമുള്ളത് അരുണിന്റെ അമ്മയുടെ ചെറുതായിട്ടുള്ള ഒരു ചിരിയാണ്. അപ്പോഴും അരുണിന്റെ അമ്മ വൈശാലിയൊക്കെ കാണിച്ചുകൊണ്ടാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത്. അവർക്കാണെങ്കിൽ ഒരു ചമ്മലും ഇല്ല. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് അങ്ങോട്ട് നോക്കിയതേയില്ല. ചിലപ്പോൾ അമ്മയോടോ മറ്റോ പറഞ്ഞാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താടാ ഒന്നും മിണ്ടാത്തത്? പെട്ടെന്ന് അരുണിന്റെ അമ്മ ചോദിച്ചു. ഞാനൊരു വളിച്ച ചിരിയിരിച്ചുകൊണ്ട് ഇതൊക്കെ പോകാനായിട്ട് തിരിഞ്ഞു. നീ എവിടെ പോകുന്നു? അരുൺ കടയിൽ നിന്ന് വരാൻ താമസിക്കും. നീ ഇങ്ങ് വന്നേ. എനിക്ക് നിന്നോടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഞാൻ പേടിച്ചിട്ട് ഒരു യന്ത്രം കണക്കെ അരുണിന്റെ അമ്മയുടെ കൂടെ പുരയുടെ വടക്കോശത്തുള്ള തിണ്ണയിലേക്ക് പോയി. അരുണിന്റെ അമ്മ ആ തിണ്ണയിലിരുന്നു. എന്നോട് പറഞ്ഞു, വാടാ ഇവിടെ ഇരി. ഞാനും ആ തിണ്ണയുടെ സൈഡിലിരുന്നു. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ അമ്മയോടൊന്നും പറയില്ല. നീയും തെക്കേലെ റംലായിട്ട് എന്താ മോനെ പരിപാടി? സത്യം പറയണം. വിറയാർന്ന സ്വരത്തിൽ ഞാൻ പറഞ്ഞു, ഒന്നുമില്ലമ്മേ, ഞാൻ ചുമ്മാതെ പോകുന്നതാ. കള്ളം പറയരുത്. അവിടെ നിന്റെ തരക്കാര് പിള്ളേരൊന്നും അവിടെ ഇല്ല. അവക്കാണെങ്കിൽ 2 കൊച്ചു പിള്ളേരല്ലേ. പിന്നെ നീ ആരെ കാണാൻ അവിടെ പോകുന്നത്? എനിക്കെല്ലാം അറിയാം. പക്ഷെ നിന്റെ വായിൽ നിന്ന് അതൊന്നും എനിക്ക് കേൾക്കണം. പേടിക്കണ്ട, എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ ആരോടും പറയില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു സാധനം തരാം. ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്. പറ. അരുണിന്റെ അമ്മ ധൃതി കൂട്ടി. ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. എവിടുന്നോ ഇച്ചിരി ധൈര്യം കിട്ടിയതുപോലെ ഞാൻ പറയാൻ തുടങ്ങി. അമ്മ, ഒരു ദിവസം ഞാൻ യാദൃച്ഛികമായി അങ്ങോട്ട് ചെന്നപ്പോൾ റംലാത്തെ പുറത്തെങ്ങും കണ്ടില്ല. മുറ്റത്താണെങ്കിൽ നമ്മുടെ റഷീദ് സാറിന്റെ സൈക്കിൾ ഇരിക്കുന്നു. എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ പതുക്കെ ജനലിന്റെ അടുത്ത് പോയി നിന്നു. അപ്പോൾ അകത്തു നിന്ന് ചില അപശബ്ദങ്ങൾ കേൾക്കാം. പക്ഷേ ഒന്നും വ്യക്തമായില്ല. അതിനിടയിൽ റംലാത്തായുടെ വല്ലാത്തൊരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അകത്ത് എന്തൊക്കെയോ നടക്കുകയാണെന്ന്. ഞാൻ പതുക്കെ ജന്നൽ തുറക്കാൻ നോക്കി. ജന്നൽ അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. ഭാഗ്യം, ജന്നലിന്റെ ഒരു പാളി പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് കുറ്റിയിട്ടിട്ടില്ല, മറന്നുപോയതായിരിക്കുമെന്ന്. ഞാൻ പതിയെ ജന്നൽ ഒരു ശകലം തുറന്നു നോക്കി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അകത്ത് 9ാം ഉത്സവം നടക്കുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അത് കണ്ട് അവിടെ നിന്ന് സൂഹിച്ചു ഇല്ലേ? അരുണിന്റെ അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചിരിയിൽ അരുണിന്റെ അമ്മയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അരുണിന്റെ അമ്മയുടെ മയത്തിലുള്ള ആ ചോദ്യം എനിക്ക് പിന്നെയും ധൈര്യമായി. ഞാൻ പറഞ്ഞു, പിന്നല്ലാതെ. ഞാനും ചിരിച്ചു. ബാക്കി പറ. അരുണിന്റെ അമ്മയ്ക്ക് ജിജ്ഞാസയായി. ഇതെല്ലാം കണ്ട് എന്റെ നിയന്ത്രണം വിടുമെന്ന് തോന്നി. ഞാൻ പരിസരം പോലും മറന്ന് എന്തൊക്കെയോ ചെയ്തു. അപ്പോഴും അവിടെ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ആരെങ്കിലും കാണുന്നതിന് മുൻപ് ഇനി വീട്ടിൽ പോന്നു. പിന്നീട് നീ മിക്കവാറും അവിടെ പോകുന്നത് ഞാൻ കണ്ടല്ലോ. നീ അത് വെച്ച് മുതലെടുത്തോ?
കൊച്ചു കള്ളൻ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ദിവസം ഞാൻ കണ്ട കാര്യം റംലാത്തയോട് പറഞ്ഞു. ആദ്യം എന്റെ നേരെ തട്ടിക്കയറിയവർ. പിന്നെ ഞാൻ വിശദമായി അന്ന് നടന്ന കാര്യം പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സംശയമുണ്ടെങ്കിൽ തെക്കേപ്പുറത്തെ ജനലിന്റെ അടിയിലെ ഭിത്തിയിൽ നോക്കാൻ. അപ്പോൾ റംലാത്ത ഒന്ന് പരുങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. നിനക്ക് എന്ത് വേണേലും തരാമടാ മോനെ. നീ എന്ത് പറഞ്ഞ്? അരുണിന്റെ അമ്മ ചോദിച്ചു. ഞാൻ ചോദിച്ചു, റംലാത്ത എനിക്ക് എന്ത് തരും? നിനക്ക് ഞാൻ ചിക്കൻ ബിരിയാണി മേടിച്ചു തരാം. അയ്യേ, ചിക്കൻ ബിരിയാണിയോ? ആർക്കു വേണം? പിന്നെ എന്ത് വേണം നിനക്ക്? എനിക്ക് മടിച്ചു മടിച്ച് ഞാൻ പറഞ്ഞു, സാറിന് കൊടുത്തത് എനിക്കും കൂടി ഒന്ന് വേണം. അവർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പിള്ളാര് ഉറങ്ങിയിട്ട് രാത്രിയിൽ ബാ. നീ പോയോ? പിന്നെ പോകാതെ കൊള്ളാം. നീ ആള് കൊള്ളാമല്ലോടാ. ചുമ്മാതല്ല ചെക്കൻ ഓരോരോ ഭാഗത്തേക്ക് എൻ്റെ അത് കിഴിഞ്ഞു നോക്കുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് അരുണിന്റെ അമ്മ കാലെടുത്ത് മടക്കി കുത്തി തിണ്ണയിലിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, കൈലിയുടെ അടിവശം താന്നു കിടക്കുകയാണ്. എല്ലാം ഒരുവിധം കാണാം. എന്നല്ല, എല്ലാം ഞാൻ ഒരുവിധം കണ്ടു. എന്തുവാടാ നീ നോക്കുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ തലയാട്ടി. അരുണിപ്പം കടയിൽ നിന്ന് വരും. നീ രാത്രി വരുവോ? ഞാൻ വടക്കുവശത്തെ കതവ് തുറന്നിട്ടേക്കാം. ശരി, ഞാനെന്നാ പോവുക. രാത്രിയിൽ വരാം എന്നും പറഞ്ഞ് രാത്രിയിൽ അരങ്ങേറാൻ പോകുന്ന കഥകളിയെക്കുറിച്ച് ഓർത്ത് ഞാൻ പതുക്കെ വീട്ടിലേക്ക് നടന്നു.